ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബിക്കം എ ക്വീൻ. ഓരോ സിറ്റുവേഷൻസ് തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെ നമ്മൾ അവളെ ഗൈഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ അവളെ ഒരു ക്വീനാക്കി മാറ്റുക. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പം നമുക്ക് ഒന്നിച്ച് ഇവളെ ഒരു ക്വീനാക്കി മാറ്റാം. ഓക്കെ, അപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായിക. ഹീസ് മൈ ക്രഷ്. നമ്മുടെ ക്വീൻ അപ്പോഴേ ക്രഷ് അടിച്ചു പോയി. ക്ലാസ്സിൽ വന്നപ്പോഴേക്കും ഒരു ചെക്കനെ കണ്ട് ക്രഷ് അടിച്ച് വന്നപ്പോഴേക്കും അതാ ഒരു അഹങ്കാരി അവളെ തട്ടിയിട്ടു. ആ ചെക്കൻ്റെ ഗേൾ ഫ്രണ്ട് ആട്ടത്. വാട്ട് ഷുഡ് ഐ ഡു എന്ന് ഒരു ക്വീനാ അത് പറയുന്നത്. നമ്മൾ റേസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വീനാ പറയുന്നത്. അവൾ കരയണോ അതോ ഫൈറ്റ് ബാക്ക് ചെയ്യണോ? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങൾ തട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ കിടന്ന് കരയോ? നമ്മൾ ഫൈറ്റ് ബാക്ക് ചെയ്യും. ശരിക്കുള്ള സിറ്റുവേഷനിൽ ഞാൻ കിടന്ന് കരയും, എന്നാലും നമ്മളിത് ഫൈറ്റ് ബാക്ക് ചെയ്യും. ഫൈറ്റ് ബാക്ക്. അവർ രണ്ടുപേരും നടന്നു പോവുക. അവളുടെ കയ്യിൽ പഴത്തൊലി ഉണ്ട്. അവളെ ഇട്ടുണ്ട്. ഇനി അത് അവളവിടെ വീണു. നമ്മളെ വീഴ്ത്തിയ പോലെ അവളവിടെ വീണു. കണ്ടുട്ടാ. അവള് വലിയ ക്വീനാന്ന്. ഒരു പരിപാടി ഉണ്ട് അവിടെ, പ്രോം എന്ന് പറഞ്ഞ പരിപാടി. അതിൽ ഒരാളെ ക്വീനായിട്ട് സെലക്ട് ചെയ്യും. അതിൽ അവളാവുമെന്ന് പറയണേ. പക്ഷെ നമ്മൾ ആരെ റേസ് ചെയ്യാൻ പോണ? ക്വീനെ. അവൾ പറയാ നമ്മുടെ ക്വീൻ ആവാനുള്ള ഇതില്ലാന്ന്. ഐ വിൽ ബീറ്റ് യു. സോറി മൈ ക്വീൻ. അവളോട് നോക്കി നമ്മൾ സോറി മൈ ക്വീൻ എന്ന് പറയാൻ പാടുമോ? ഐ വിൽ ബീറ്റ് യു അങ്ങനെ പറയണം. അവൾക്ക് ചിരിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഒരു ചിരിയായിരുന്നു. നമ്മളും കാണിച്ചു കൊടുക്കും. അവൾ രാജകുമാരിയാക്കും. ഒരു പയ്യനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. ബുക്ക് തിരിച്ച് മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സിറ്റുവേഷൻ വന്നേക്കാം. നമ്മളിതിങ്ങനെ കാണാം. ഒരു ചെക്കനെ കുറേ ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ പെൺകുട്ടി എന്താ ചെയ്യേണ്ടത്? ഹെൽപ്പ് നേർഡ് ഡു നത്തിങ്. അവനെ പോയി ഹെൽപ്പ് ചെയ്യണോ അല്ലെങ്കിൽ വെറുതെ അങ്ങനെ ഇരുന്നാൽ മതിയോ? എന്താ ചെയ്യേണ്ടത്? ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരണമെന്നുണ്ടോ? ഇല്ല. ആ ചെക്കൻ ഫൈറ്റ് ബാക്ക് ചെയ്യണ്ടേ? എപ്പോഴും ഇവിടെ ചെന്നിട്ട് ഹെൽപ്പ് ചെയ്താൽ മതിയോ? അത് ഇത്ര പയ്യന്മാരുണ്ട്. ആ ചെക്കനെ തന്നെ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇവള് പോയി പറഞ്ഞാലും ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കുള്ളൂ. ഒന്നും ചെയ്യണ്ട. ഡു നത്തിങ് കളിക്കാം. അല്ലാണ്ട് തല്ലും വീട്ടിലല്ല, വെറുതെ ഒരു ബുക്ക് കാണിച്ച് ഇതാക്കണുള്ളൂ. അതത്ര വലിയ ഇതൊന്നുമില്ല. തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ മതി അവന്. ലൂസർ. അപ്പം അവളവിടെ പോയി ആർ യു ഓക്കെ എന്ന് ചോദിക്കണോ അല്ലെങ്കിൽ സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് എന്ന് പറയണോ? ആർ യു ഓക്കെ? അതിനെ ഉപദ്രവിച്ച് അടിക്ക് മേടിക്കൊന്നുമല്ലോ ഇത്. ആർ യു ഓക്കെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് അത് പറയാം. യു ഷുഡ് ഹാവ് ഫോട്ട് ബാക്ക്. ശരിയാണ്. നമ്മൾ അവന് ധൈര്യം കൊടുത്തു. അവളുടെ പേരെന്ന് ചോദിക്കുക. എൻ്റെ കുട്ടിയുടെ പേര് മരിയ. നമുക്ക് പേരിട്ട് കൊടുക്കാം. അവൾക്ക് എന്താ പേരിട്ട് കൊടുക്കുക? തങ്കമ്മ കിട്ടല്ലോ. 7 ലെറ്റേഴ്സ് ഇടാൻ പറ്റുള്ളൂ. 7 ലെറ്റേഴ്സ്. അപ്പം ടാങ്കമ്മ എന്നാവില്ല. ടാങ്കമ്മ വേണ്ട. എന്നാൽ മാറ്റാം നമുക്ക്. മാണ്ടിനും തങ്കം. നമുക്ക് തങ്കം എന്ന് വയ്ക്കാം. തങ്കം മനസ്സുള്ള തങ്കം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പയ്യനായിട്ട് കൂട്ടായി. അവളുടെ ഹൈസ്കൂളിൽ അവൾക്ക് അവളുടെ ഫസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. ഇനി എന്താ എക്സാം പോകുന്നുണ്ട്. ടീച്ചർ വന്നു. എക്സാം തുടങ്ങാൻ പോകാം. നമ്മൾ തങ്കത്തിനായിട്ട് നോളജ് ഉണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ? നിങ്ങൾക്കറിയോ? ഉണ്ട്. കങ്കാരൂസ് ആർ ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. അവൾ ഹൈസ്കൂളിലാണല്ലോ പറഞ്ഞത്. 3 × 2 - 1 5. ശരിക്കും ഹൈസ്കൂളിലാണോ LKG ക്ലാസ്സിലാണോ? അവൾ എക്സാം കഴിഞ്ഞിട്ടാ. അത്ര ക്വസ്റ്റ്യനുള്ളൂ ഹൈസ്കൂളിൽ. കറക്റ്റായി. നമ്മൾ മറ്റേ ക്രഷിന് എന്തോ ഒരു ക്രഷ് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ രണ്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അവൾക്ക് അവളുടെ ക്രഷിൻ്റെ അടുത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ അവിടെ 2 സൈഡിൽ 2 പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവരുടെ കൂടെ പോയിട്ട് ജോയിൻ ചെയ്യാം. എന്താ ചെയ്യുക? ആ പെൺകുട്ടികളെ അങ്ങനെ അറിയൊന്നുമില്ല. നമ്മളിവിടെ ക്യൂവിനാക്കാൻ പോകല്ലേ. ക്രഷിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തോട്ടല്ലേ. ക്രഷിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാം നമുക്ക്.
ഉണ്ടാവും നോക്കാം. അവൾക്ക് സന്തോഷമായിട്ടാ അവൻ്റെ അടുത്ത് പോയിരിക്കാൻ. അവളെന്താ ഇങ്ങനെ വരുന്നേ? സോറി ബീബി. ഓ ബീബി എന്നൊക്കെ. അവൻ്റെ ഫ്രണ്ട്സ് വന്നു, ചെറുതായിട്ട് വാങ്ങിട്ടു. പക്ഷെ ബേബി എന്ന് വിളിച്ചുകൊണ്ട് അവൾക്ക് സന്തോഷമായിട്ടാ. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി ഇരുന്നത് വന്ന്. അതാ മറ്റേ ചെക്കൻ വിളിക്കുന്നു, ഫ്രണ്ടായി ആ ചെക്കൻ വിളിക്കുന്നുണ്ട് കേട്ടാ. അവൾ ഒറ്റയ്ക്കായില്ല, നമ്മൾ അവൾക്ക് ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ അവൻ്റെ കൂടെ പോയി ഒന്ന് ഫുഡ് കഴിക്കുക. എന്താ കഴിക്കുന്നത്? അവളൊരു ഇല തിന്നേ. ഒരു ഇല തിന്ന ആർക്കെങ്കിലും വിശപ്പ് മാറോ? അവൻ കണ്ടൊരു ഷോക്കായിട്ടാ, എന്തോന്നും തിന്നാത്തതെന്ന്. നൺ ഓഫ് യുവർ ബിസിനസ് എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടാ? നമുക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഫ്രണ്ട്, അതിനടുത്ത് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയണ്ട. വെയിറ്റ് കുറയ്ക്കാൻ, ആൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അല്ല തിന്നാട്ട, വെയിറ്റ് കുറയ്ക്കാനാണ് നിൽക്കാം. സ്കൂൾ പ്രോമിനാന്ന് അവന് മനസ്സിലായി. ഹെൽപ്പ്, അവൻ്റെ അച്ഛൻ ഒരു കോച്ചാണ്, അപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാറിൽ പോവുക, കാർ സ്റ്റാർട്ടാക്കി. ഓക്കെ, കാറിൽ ജിമ്മിലോട്ട് പോവുക കേട്ടോ. ജിമ്മിലോട്ട് പോവുക, വണ്ടി തന്നെ നോക്കി നമുക്ക് പയ്യെ 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 പോവാലോ. ജിമ്മിലെത്തി. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. 10 കിലോ പറഞ്ഞു. ഒരു ഇരിപ്പ് ഇരുന്നിട്ട് വിളിക്കാനുള്ള 10 കിലോ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് സ്ലിമ്മായേ? അതാ പിന്നെയും സ്ലിമ്മായി. പണ്ട് കണ്ട ആളെയല്ലേ അല്ലേ? ദാറ്റ് വാസ് എ ഗ്രേറ്റ് വർക്കൗട്ട്. മെസ്സേജ് അയക്കുക. നല്ലതായിരുന്നു, നല്ല വർക്കൗട്ടായിരുന്നു. മെസ്സേജ് അയക്കുക, നല്ല വർക്കൗട്ട്. എനർജറ്റിക്കാ, ഗ്രേറ്റ്. അവനറിഞ്ഞു കേട്ടോ പ്രോം ക്യൂനാണെന്ന്. വോട്ടിങ് സംഭവം ഉണ്ട്, പ്രോം ക്യൂവിന് വോട്ടിങ് സംഭവം ഉണ്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വേണം. നമുക്ക് 2 ഓപ്ഷൻ തന്നേക്കണ്. സത്യം പറയാം, ഫ്രണ്ട്സ് ഇല്ലയെന്ന് സത്യം പറയാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെന്ന് നുണ പറയാം. ഇവൻ്റെ അടുത്ത് നുണ പറയേണ്ട ആവശ്യമുണ്ടോ? ഇവൻ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തതല്ലേ. അപ്പോൾ അവൻ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്താലോ? സത്യം പറയാമല്ലേ, സത്യം പറയാം. ഐ ഡോണ്ട് ഹാവ് ഫ്രണ്ട്സ്. അവളുടെ അനിയത്തിയുടെ ബർത്ത്ഡേ, അവിടേക്ക് വായോ, ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. അക്സെപ്റ്റ് ചെയ്യണ റിഫ്യൂസ് ചെയ്യണ? സ്ഥലത്ത് വിളിച്ചാൽ പോകുന്നുണ്ട്, ഫ്രണ്ട്സ് ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും പുറത്ത് പോകേണ്ടി വരും. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം. അനിയത്തിയുടെ കല്യാണം, ബർത്ത്ഡേക്ക് പോകട്ടെ നമുക്ക്. ബർത്ത്ഡേക്ക് പോയി. അവിടെ കുറേ ആൾക്കാരുണ്ട്. ക്ലാസ്മേറ്റ്സൊക്കെ ഭയങ്കര സർപ്രൈസായി. ഇത്ര വേഗം വെയിറ്റൊക്കെ കുറച്ച്, ഇത്ര തിന്ന് വേസ്റ്റ് എന്നൊക്കെ. അത് അനിയത്തി വരണേന്ന് തോന്നുന്നു കേട്ടോ. ഇറ്റ്സ് മൈ ബർത്ത്ഡേ. അവൾക്ക് ഗിഫ്റ്റ് എന്താ കൊണ്ടുവന്നേന്ന്. അനിയത്തിക്ക് ഗിഫ്റ്റ്. ബർത്ത്ഡേ പാർട്ടിക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ഗിഫ്റ്റ് എടുത്തുണ്ടാവോ? നമ്മളോടൊന്നും ചോദിച്ചില്ലല്ലോ. ഗിഫ്റ്റായിട്ട് ടെഡി ബിയർ കൊടുക്കണോ, ബുക്ക് കൊടുക്കണോ? ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് എന്നിട്ട് ആരെങ്കിലും ബുക്ക് കൊടുക്കുമോ? ടെഡി ബിയർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനമല്ലേ. ടെഡി ബിയർ കൊടുക്കാം, അതന്നെ നല്ലത്. ടെഡി ബിയർ കൊടുക്കാം. ടെഡി ബിയർ കൊടുത്തി നോക്കിക്കൊണ്ടിരിക്കണ കൊണ്ടുവന്നില്ലേ ഇനി? ഇതാണ് ടെഡി ബിയർ, അല്ലാത്തൊരു ടെഡി ബിയർ. പക്ഷെ അവൾക്ക് സന്തോഷമായി. ഗായ്സ് ലെറ്റ്സ് സെലിബ്രേറ്റ്. അവൾ സെലിബ്രേറ്റ് ചെയ്തു. അതാ മറ്റേ അഹങ്കാരി പെണ്ണ്. അഹങ്കാരി പെണ്ണ് വരുന്നുണ്ട്. അവളാരാ വിളിച്ചേന്നാ? എന്താ പ്രശ്നം? ബോയ് ഫ്രണ്ട് ഉണ്ടോ? ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ഇവൾക്കെന്താ? ഇവളുടെ അടുത്ത് സത്യം പറയണമെന്നാണോ പറയണോ? ഇവളുടെ അടുത്ത് തന്നെ സത്യം പറയണം. സത്യം പറഞ്ഞാൽ നാളെ പറഞ്ഞാലും അവൾ കളിയാക്കിയിട്ട് പോകുള്ളൂ. ഐ ഹാവ് എ ബി എഫ് എന്ന് പറയാം. ബി എഫ് എന്ന് പറയാം. ഐ ഹാവ് ബി എഫ്. യു ആർ സ്റ്റിൽ അഗ്ലിന്ന്. നമ്മുടെ തങ്കത്തോട് അവൾ പറയാ യു ആർ സ്റ്റിൽ അഗ്ലിന്ന്. അവളാണ് അഗ്ലി. കീപ് സൈലൻറ്റ്. അതിന് ത്രോ കേക്ക്. നമ്മുടെ തങ്കത്തിന് എങ്ങനെ വളർത്തിയാൽ ഉണ്ടാതിരിക്കാനാ? ആ കേക്ക് എടുത്ത് അവളുടെ തലമണ്ടയ്ക്ക് എറിയും. ത്രോ കേക്ക്. അങ്ങനെ തന്നെ വേണം നമുക്ക്. വലിയ വർത്താനം പറയണം. അതായത് എല്ലാവരും ഒന്ന് കൈ വിട്ടിരുന്നു. ബർത്ത്ഡേക്ക് അവളെ കേക്ക് പോയി വിഷമമൊന്നും ഇല്ല കേട്ടാ. അവളിരുന്ന് ചിരിക്കുക. ഗ്രേറ്റ് ജോബ്. ഐ നെവർ ലൈക്ക് ആയിരുന്നു. പിന്നെ എന്തിനാ അവളെ ബർത്ത്ഡേക്ക് വിളിച്ചത്? എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇതുണ്ടായിട്ട് നോക്കുമ്പോൾ എല്ലാവരും ചെറിയ ഇനിയും പ്രക്രിയ ആവണം. മേക്കപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. എനിക്ക് മേക്കപ്പ് റൂമിലോട്ട് കൊണ്ടുപോകുക അവളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. അവളെ പിമ്പിൾസ് കളയാ നമുക്ക്. പിമ്പിൾസും മീശയും ഐബ്രോ ഒക്കെ സെറ്റാക്കി അവളെ സുന്ദരിയാക്കി. നമ്മുടെ തങ്കത്ത് ആകെ മാറിപ്പോയല്ലോ. ഇനി അവളെ മുടിയൊക്കെ ഒന്ന് മാറ്റാം. മുടി എന്ത് മുടിയത്? മുടി പിന്നെ കുഴപ്പമില്ല അല്ലേ? കളറ് പ്രോമത്തെ ഇംഗ്ലീഷ് കാരസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ബ്ലോണ്ടൊക്കെ ആയിട്ട് ഇറക്കാം. റോസിയുടെ പോലെ ബ്ലോണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതെന്ത്? മേക്കപ്പ്. അത് കുറച്ച് കൂടിപ്പോയി. കുഴപ്പമില്ല. തങ്കം ഭയങ്കര സന്തോഷത്തില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
എൻ്റെ കുട്ടീനെ ഞാൻ ഇത്ര വലുതാക്കി. ഇനി ചെരുപ്പ് സാധനങ്ങളും നോട്ടീസ് സ്കൂളുകൾ നമ്മുടെ തങ്ങൾ എത്ര ഇതായ അത്രയ്ക്ക് വേണം. പക്ഷെ പ്രോമിക്കുന്നാണെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടി തരും. നമുക്ക് അടച്ചിട്ട് കൊടുക്കാം. പുതിയ ചെരുപ്പ്, സോക്സ്, കുട്ടിപ്പാവാട, വയറ് കാണിച്ച് ഷർട്ടും ഇട്ട് എന്തോ ഒരു റൗഡിപ്പണീൻ്റെ പറയില്ലേ. ഇങ്ങനെ ആരെങ്കിലും സ്കൂളിൽ കയറ്റുമോ ഇങ്ങനത്തെ ബെൽറ്റൊക്കെ ഇട്ടിട്ട്? ഗെയിമല്ലേ. ഓ യു ആർ സോ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ട് പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ മറ്റേ ചെക്കൻ നോക്കിയിട്ടുണ്ടിട്ടാ. ഈ പാട്ട് വയ്ക്കാം. പാട്ട് വെച്ച് ഡാൻസ്. യാ ഡാൻസ് ഡാൻസ് യോ അല്ല സിപ്പൊക്ക്. പക്ഷെ മറ്റേ ചെക്കൻ നോക്കിക്കൊണ്ടിരിക്കണ്ടല്ലേ. ദേവൻ വേണ്ടിയിട്ട് അടിക്കൊന്നു. തങ്ക യു ലുക്ക് അഡോറബിൾ. ഡാൻസ് വിത്ത് റിഫ്യൂസ്. എങ്ങനെ റിഫ്യൂസ് ചെയ്യുക? എത്രയൊക്കെ ഹെൽപ്പ് ചെയ്തതല്ലേ തങ്കത്തിന് ഡാൻസ് ചെയ്യാം. ഡാൻസ് വിത്ത് നിങ്ങൾ കാണുന്നുണ്ടോ അവൻ്റെ കണ്ണിൽ പ്രണയം? ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്തേക്ക് വരാണ്. ഗെറ്റ് ക്ലോസർ സ്റ്റെപ്പ് ബാക്ക്. അത്രയ്ക്കും ക്ലോസ് ആണ്. ഇത്ര ക്ലോസ് ആവാറായില്ലേ? 2-3 ദിവസത്തെ പരിചയം ചെക്കനുണ്ട്. ക്ലോസ് സ്റ്റെപ്പ് ബാക്ക്. നമ്മുടെ തങ്ക അങ്ങനത്തെ കുട്ടിയല്ല കേട്ടോ. ഇത്ര പെട്ടെന്നൊന്നും ക്ലോസ് ആവേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് ബാക്ക്. ഡാൻസ് കഴിഞ്ഞില്ലേ? വല്ലാത്തൊരു ഡാൻസാണല്ലോ. ഓക്കെ, നമുക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. അനിയത്തി എൻ്റെ പ്രോമിൽ ഡാൻസ് കളിക്കേണ്ടി വരുമോ? അപ്പോൾ ഡാൻസ് പഠിപ്പിച്ചു തരാമെന്ന്. അല്ല അനിയത്തിയില്ല, മേക്കപ്പ് ചെയ്യാൻ പഠിപ്പിച്ചു, ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. ആൾക്കാരൊക്കെ ഇപ്പോൾ കിട്ടുമോ? ഹൈസ്കൂളിൽ പോയി സ്കൂളിൽ പോയിട്ടോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഡാൻസ് പഠിപ്പിക്കാൻ. ഡാൻസ് പഠിപ്പിക്കുക. ഇത് ജസ്റ്റ് ഡാൻസ് ഇങ്ങനെ പഠിപ്പിക്കുക. വട്ടം കറക്കി ആടുന്നു. വാ, സ്റ്റെപ്പ് കറയുടെ പണിയും. വട്ടം കറക്കണോ? ഈ വട്ടം കറക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് സ്റ്റെപ്പ് ഇട്ടുക. ഓക്കെ, ഗ്രീനിലെത്തുമ്പോൾ നമ്മൾ നിർത്തണം. അപ്പം ഇട്ട് വട്ടം കറക്കും. പെർഫെക്റ്റ്. ഡാൻസ് പഠിച്ചു കഴിഞ്ഞു. വട്ടം കറക്കുക ഡാൻസ് സ്റ്റെപ്പ്. പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ പണ്ടത്തെ ക്രഷ് ആണ്. സർപ്രൈസ് ചെയ്യണം, ഇഗ്നോർ ചെയ്യണം. അവൾ പണ്ട് കണ്ട പോലെ ഇല്ലല്ലോ, ഇപ്പോൾ ഭയങ്കര ഒരു സ്റ്റെപ്പൊക്കെ ആയിട്ട് വന്നേക്കില്ലേ. അപ്പോൾ അവനങ്ങനെ സർപ്രൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യണം. സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനായിട്ട് വലിയ കണക്ഷനൊന്നും ആയിട്ടില്ല. അവൾക്ക് ക്രഷ് ഉണ്ടെന്നല്ലോ. ഇഗ്നോർ ഹിം. ഇഗ്നോർ ഹെ. ഗ്യാസൊക്കെ നോക്കണ്ടിട്ടാ. നോക്കുന്നു വായം തൊള്ള പൊളിച്ച് നോക്ക്. അതാ പിന്നാലെ ഓടിയായിരുന്നു. സോ ഹോട്ട് തിങ്സ്. പക്ഷേ ഇവത്ര കഷ്ടപ്പെട്ട് ഓടി വന്നത് അവളത്ര ഭംഗിയുണ്ടെന്ന് പറയാനൊന്നുമില്ല. അവൻ്റെ ഹോംവർക്ക് ചെയ്ത് കൊടുക്കാനാ. പക്ഷേ നമ്മുടെ തങ്കത്തിന് എന്ത് ചെക്കനെ ക്രഷ് അടിച്ചേ? തങ്കം ചോദിക്കണ ഷുഡ് ഐ ഹെൽപ്പ് മൈ ക്രഷ്? അവളുടെ എന്തായാലും ക്രഷല്ലേ, റെഫ്യൂസ് ചെയ്യണ്ടല്ലേ. ഹെൽപ്പ് ചെയ്ത് അവൾക്കും ചെറിയൊരു സന്തോഷമാവും. എന്നാൽ ഹെൽപ്പ് ചെയ്തോട്ടെ. അവൾക്ക് അവളുടെ ക്രഷിനോട് സംസാരിക്കാൻ പറ്റിയ സമയമുണ്ടോ? അപ്പോൾ ഹെൽപ്പ് ചെയ്തോട്ടെ. കുഴപ്പമില്ല, ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോവുക. ഹോംവർക്ക് ചെയ്ത് കൊടുക്കുക. പൊട്ടൻ്റെ തലയിലൊന്നും കയറുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുന്നത്. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് എക്സാം? പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ ചോദിക്കുന്നവൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് എർത്ത്? ഭൂമി ഉരുണ്ടതാണോ ഫ്ലാറ്റ് ആണോ എന്ന് പോലും അറിയില്ലേ പൊട്ടന്. ആ പൊട്ടനെയാണ് എൻ്റെ തങ്കത്തിന് ഇഷ്ടം. ഭൂമി ഉരുണ്ടതാണെന്ന് പോലും അറിയാത്ത പൊട്ടനെയാണ് അവൻ്റെ തങ്കത്തിന് ഇഷ്ടം. പറഞ്ഞു കൊടുക്കാം, അവളെ ക്രഷല്ലേ, പറഞ്ഞു കൊടുക്കുക. അവനെ ഭൂമി ഉരുണ്ടതാണ്. ഹൈസ്കൂളിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. LKG പോലും ഉണ്ടാവും തോന്നുന്നു എനിക്ക്. ബ്ലഡ് പമ്പ് ചെയ്യണ ഓർഗൻ ഹാർട്ട് അതുപോലെ അറിയില്ല നിനക്ക്. ഒളിമ്പിക്സ് അത് ഗ്രീസ്. ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഗ്രീസ്. എനിക്കറിയണ്ടായിരുന്നത്. അമേരിക്കയുടെ ഫ്ലാഗിൽ വൈറ്റ് കളറുള്ള ഗ്രീൻ കളറല്ല, അത് പാകിസ്ഥാൻ്റെ ഫ്ലാഗ് അല്ല. എന്തൊക്കെ ക്വസ്റ്റ്യൻസാ അതുപോലെ അറിയില്ല. നമ്മളെ മിസ് വന്നു, എക്സാം ഓവറാന്ന് പറഞ്ഞു. ചെക്കന് നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. മന്നമുദിക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് ടീച്ചർ വിചാരിച്ചില്ല കേട്ടോ. അത് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ചാറും. ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു ഒക്കെ പറയണം. അതൊന്നും കുഴപ്പമില്ല. ഹെൽപ്പ് ചെയ്താൽ എന്താ വേണ്ടതെന്ന് ഓപ്ഷൻ പറയും. കിസ് മീ.
അല്ലെങ്കിൽ താങ്ക്സ് മതി. കിസ് മീ. ഒരു പരീക്ഷയ്ക്ക് ഹെൽപ്പ് ചെയ്തതിന് കിസ് ചെയ്യണം. നോ. ആ ചെക്കൻ എന്തിനാ നീ കിസ് ചെയ്യുന്നു? അല്ല, എൻ്റെ തങ്കത്തിന് കിസ് ചെയ്യുന്നു. താങ്ക്സ് മാത്രം മതി. എന്നിട്ട് കിസ് പിസ്സൊന്നും വേണ്ട. മെനി താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. മറ്റേ മീത്ത് കയറി പിടിക്കുന്നു. കിസ് ചെയ്യണം പറഞ്ഞിട്ട് മീത്ത് കയറി പിടിക്കുന്നില്ല എൻ്റെ തങ്കത്തിന്. നമ്മുടെ അഹങ്കാരി പെണ്ണ് വന്നു. എന്താ ഇവിടെ നടക്കണേ? അവൾ ചോദിക്കാൻ എന്താ നടക്കണേ ഇവിടെ? അപ്പോൾ നമ്മളെന്താ പറയുക? ഐ ഹെൽപ്പ് ടോം വിത്ത് ടെസ്റ്റ്, നോട്ട് യുവർ ബിസിനസ്. ഇവളോട് എന്തിനാ നമ്മൾ വിശദീകരിക്കുന്നില്ല? പറയണ ആവശ്യമില്ല. നോട്ട് യുവർ ബിസിനസ്. ഈ പോടിത്തല്ലേ പറയണം. അവളുടെ ബോയ് ഫ്രണ്ട് കൂടി അപ്പം അത് ബിസിനസ്സാണ്. അത് പറഞ്ഞതിലും കാര്യമുണ്ട്. ചെക്കനുണ്ട് വെച്ചാൽ അല്ല പെണ്ണുങ്ങളുടെ മെത്തി കയറാൻ നടക്കണം. പിന്നെ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലേ? അഹങ്കാരി എന്തോ ആയിക്കോട്ടെ, എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ. എന്നിട്ട് എന്തിനാ വെള്ള പിന്നാലെ നടക്കും? മേക്കപ്പ് ചെയ്ത് നമുക്ക് ക്യൂനാവാൻ പറ്റുമോ? ഡ്രസ്സില്ല പോലും. എൻ്റെ തങ്കത്തിന് ഞാൻ നല്ല ഡ്രസ്സ് മേടിച്ച് കൊടുക്കും. എന്നിട്ട് അവളിങ്ങനെ വായ പൊളിച്ച് നോക്കിയിരിക്കുള്ളൂ. ഡ്രസ്സില്ല പോലും. തങ്കത്തിന് നല്ല ഡ്രസ്സ് മേടിച്ച് കൊടുക്കട്ടെ നമുക്ക്. ചെക്കൻ കൈ കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ മറ്റേ പയ്യൻ, എൻ്റെ പേര് മാക്സ് അവിടെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അവൻ ആ തങ്കത്തിന് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. അവൻ എത്ര കാര്യത്തിന് ആ തങ്കത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇവനോട് എന്താ പ്രശ്നം തോന്നാത്തത്? അവനല്ല നല്ല ചെക്ക. ഒളിഞ്ഞിരുന്ന് കേൾക്കായിരുന്നില്ല ഇവിടെ ചെക്ക നീ. അങ്ങനെ ചോദിക്കണം. യു ആർ ഓവർ ഹിയറിങ്. അല്ല എന്നാ പിന്നെ നീ എന്തിട്ട് ചെയ്യണ്ടേ അവിടെ? ആ പെണ്ണിൻ്റെ ഡ്രസ്സ് കട്ടെടുക്കാൻ വേണ്ടി പറയുന്നു. ശരി, ഞാൻ തന്നെ കട്ടെടുക്കും. ഞാൻ ക്വീനാണ്. നമ്മുടെ തങ്ക ഒരു ക്വീനാണ്. അവളെ ഇങ്ങനെ പോയി കട്ടെടുക്കണം. ചെക്കൻ ഇത്ര നേരം എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം കട്ടെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ചെക്കൻ കാശ് പോലില്ലേ? ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. അവൾക്ക് കട്ടെടുക്കുന്ന കാര്യം പറഞ്ഞു. അവിടെ തങ്കം ഒരു കള്ളിയൊന്നുമല്ല. ആ പെണ്ണിൻ്റെ പോലെ ഒളിച്ചു പോയി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. തങ്കം അവൾ ഇല്ലീഗൽ. ദാറ്റ്സ് ഇല്ലീഗൽ എന്ന് അവൾ പറയും. അത്രേ ഉള്ളൂ. അവളുടെ ഡ്രസ്സ് ഇവൾക്ക് കൊടുക്കുന്നു. അതെന്ത് പ്ലാനാ? പിന്നെ ഇത്ര കുരുട്ട് ബുദ്ധികളൊക്കെ ഉണ്ടാകും. അവളെ ഫോൺ കട്ടെടുത്തിട്ട് ഫോൺ ഹാക്ക് ചെയ്യണം. ഫോൺ ഹാക്ക് ചെയ്ത് ലോക്കറിൽ ആരെങ്കിലും ഫോൺ വെച്ചിട്ട് പോവോ? ഫോൺ എല്ലാവരും ക്യാരി ചെയ്തിട്ടല്ല നടക്കുക. എന്നിട്ട് അവൻ ഗെയിമിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് അവൻ്റെ പ്ലാൻ എന്താ നോക്കാം. അങ്ങനത്തെ പണിക്ക് പോകാത്തതായിരുന്നു നല്ലത്. പക്ഷെ ഗെയിം അങ്ങനെ പോകും. നമ്മുടെ മിസ് അവിടെ രാത്രി ഇരുന്നിട്ട് ടോർച്ച് അടിച്ചൊക്കെ നോക്കുന്നു. ഹെഡ് മിസ്ട്രസ് ആട്ടാ. പെട്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ചെയ്യുക? ഡിസ്ട്രാക്ട് സ്നീക്ക് പാസ്റ്റർ. ഒളിച്ച് പമ്മിയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കും. ഡിസ്ട്രാക്ട് ചെയ്യാം. ഒരു സാധനം എടുത്ത് എറിയുന്നുണ്ട്. സൗണ്ട് കേട്ടിട്ട് നമ്മുടെ മിസ് അവിടേക്ക് പോവുക. ഓക്കേ, മിസ് പോയി. മുതുക്കിത്തള്ള വടി ചെറുക്കുന്ന പോലെ നടക്കുന്നുണ്ട് മിസ്. ഞാൻ ചെയ്തോട്ടെ. ഗ്രേറ്റ് ജോബ് തങ്കം. രണ്ടുപേരും ഒളിച്ച് പോവാൻ. ലോക്കർ കണ്ടുപിടിക്കാൻ. ലോക്കർ ഓപ്പൺ ചെയ്യണം. ഇനി ലോക്ക് ഓപ്പൺ ചെയ്യാൻ ഇതെന്താ? ഗ്രീൻ കളർ റെഡിൽ എത്തിക്കണം. പിന്നെ വേറെ വല്ല പണിയായിരുന്ന ലോക്കൊക്കെ തുറക്കാറില്ല. അവിടെ ഒരു പാവക്കുട്ടി ഇരിക്കുന്നുണ്ട്, ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുക്കണം. അപ്പോൾ ഓപ്ഷൻസ് വന്നേക്കണേ ടിയർ, ടെഡി ബെയർ, ഇനി റീച്ചുള്ള ഫോൺ എടുക്കുക. നമ്മൾ ഫോൺ എടുക്കാമല്ലോ വന്ന്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ വലിച്ചു പറഞ്ഞു. എൻ്റെ തങ്ക അങ്ങനത്തെ കുട്ടിയില്ല. ഫോൺ എടുത്തിട്ട് പോ. ഓക്കെ, ഫോൺ എടുത്തു. ഓക്കെ, ഫോൺ എടുത്തിട്ട് എനിക്ക് ഹാക്ക് ചെയ്യാൻ പോകണം. നോക്കട്ടെ, അങ്ങനെ എന്തൊക്കെ പ്ലാൻ ഉണ്ട് നമുക്കറിയില്ല. പോയി ഇവിടെ നിന്ന് മാറാം. നോക്കിയേ, ഫോൺ കൊണ്ട് പോവായിരിക്കും. ലോക്ക് ചെയ്യണം. ആ പാസ്വേഡൊക്കെ ഉണ്ടാവില്ലേ ഫോണിൽ? അതെങ്ങനെയാണ് ലോക്ക് ചെയ്യുക? ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ചിട്ട് ഒരു അൺലോക്ക് ചെയ്യണം. ഭയങ്കരം തന്നെ, ഭയങ്കരനായിട്ടാവൻ. ഫ്രണ്ടിനെ വിളിക്കാൻ. ഓക്കെ, ഫ്രണ്ടിനെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് ഇവൾക്ക് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പറയാം. ജെയിന് മെസ്സേജ് അയക്കുക. ഹേ റേച്ചൽ, കൂട്ടുകാർ വരെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ പറയണ്ടത്? ഡ്രസ്സ് ഈസ് അഗ്ലി. അല്ലെങ്കിൽ നീ എവിടെ നിൽക്കണ, അല്ലെങ്കിൽ ഡ്രസ്സ് കൊട്ടയാന്ന് പറയാം. ഡ്രസ്സ് കൊട്ടയാന്ന് ആരെങ്കിലും പറയൂ? എവിടെ നിൽക്കണേന്ന് നമുക്കറിയണമല്ലോ. അത് ചോദിച്ചു നോക്കാം. വേട്ടൂലി അവൾക്ക് സംശയട്ടാ.
ഇവളെപ്പോഴും കൂട്ടുകാരുടെ വീട്ടിൽ പോകണതല്ലായിരിക്കും. അപ്പോൾ അവളുടെ വീട് എന്തായാലും അറിയായിരിക്കും. അപ്പോൾ അവൾ ഫോൺ കട്ടെടുത്തു എന്ന് അവൾക്ക് മനസ്സിലായി. നമ്മുടെ പ്ലാൻ ഫ്ലോപ്പായി പോയില്ല. ആലോചിച്ചില്ല അത്രയ്ക്ക്. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ഒരു പ്രാവശ്യം. ഇനി നമുക്ക് ഡ്രസ്സ് അഗ്ലിയെന്ന് പറയാം. എന്നാലേ ആരെങ്കിലും ഇത്ര നല്ല ഡ്രസ്സ് അഗ്ലിയെന്നൊക്കെ പറയുമോ? എന്തായാലും ഇവിടെ അങ്ങനത്തെ സംസാരിക്കുന്ന പെണ്ണായിരിക്കും. അതോ അവളൊരു അഹങ്കാരിയാണല്ലോ, അങ്ങനെ പറയുമായിരിക്കുള്ളൂ. അഗ്ലിയാണ് വേറെ വേണം. ഡ്രസ്സ് ഒരു ഗാർബേജാന്ന് പറയാം. അഹങ്കാരി പെണ്ണുങ്ങൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും സംസാരിക്കുക, ഗാർബേജാന്ന് പറയാം. ഇവിടെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചിട്ട് ഡ്രസ്സ് മറ്റോൾക്ക് കൊടുക്കാനായിരിക്കും. ചുപ്പി ഡ്രസ്സാന്നൊക്കെ പറഞ്ഞു. അപ്പം മറ്റോൾക്ക് ദേഷ്യം വന്നുട്ടാ, തങ്കത്തിനും ഞാൻ കൊടുത്തോളാം, തങ്ക ഇട്ടോളൂ എന്നൊക്കെ. തങ്കത്തിന് ഡ്രസ്സ് കിട്ടി, പ്ലാൻ ഓക്കെ. ഡ്രസ്സ് അവളെ അപ്പം അവള് കുറേ ഇങ്ങനെ സ്റ്റുപ്പി ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അവളുടെ അടുത്ത് ദേഷ്യം വന്നിട്ട് അവളെ ജെല്ലസ് ആക്കാൻ വേണ്ടിയിട്ട് തങ്കത്തിന് ഡ്രസ്സ് കൊടുക്കാമെന്ന് ഇരിക്കും. അപ്പം നമ്മുടെ മാത്സ് ഒട്ടൻ ചെയ്ത് നല്ലൊരു കാര്യം തന്നെ. ജെയിൻ്റെ പ്ലേസിൽ പോയിട്ട് നമുക്ക് ഡ്രസ്സ് കളക്ട് ചെയ്യാൻ പോകും. അപ്പം നമുക്ക് ജെയിൻ്റെ പ്ലേസിലോട്ട് പോകാം. ഓക്കെ, ഡ്രസ്സ് എങ്ങനത്തെയാണ് കണ്ടിട്ടുള്ളത് നോക്കാം. ഇനി 3 ഏറ്റവും നല്ല ഡ്രസ്സ്, മാല, ചെരുപ്പ്. ഡാൻസിക്ക് വേണ്ടി ഡ്രസ്സ് ഇതാണ്, റിട്ട്. തങ്കത്തിന് ഭയങ്കര സന്തോഷമായിട്ടോ. ബാക്കിലൊന്നും അല്ല, നമ്മുടെ തങ്കത്തിന് ഇഷ്ടമായ സ്ഥിതിക്ക് നമ്മളത് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അത് തന്നെ സെലക്ട് ചെയ്യാം. മുടി മാറ്റാം. മുടി എങ്ങനത്തെ മുടിയാണ് വേണ്ടേ തങ്കത്തിന്? തങ്കക്കുട്ടിക്ക് ഏത് മുടിയാണ് വേണ്ടത്? സൈഡ് വാച്ച് രസമല്ലേ? ഇപ്പോൾ ബ്ലോണ്ട് ഒന്നും വേണ്ട, ബ്ലോണ്ട് മനസ്സിലാവും. ബ്ലാക്ക് തന്നെ നല്ല രസം. മേക്കപ്പ് ഭൂതപ്പാൻ്റെ പോലെ ഉണ്ടല്ലോ. നമുക്ക് നൈസ് മേക്കപ്പ് കൂടുതൽ. ഭയങ്കര സന്തോഷമായി. തംസപ്പ് കുറേ കൊടുക്കുന്നുണ്ട്. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് അവൾ സ്കൂളിൽ പോട്ടാ. ഇത് കണ്ടിട്ട് എൻ്റെ തന്നെ തൊള്ള തുറന്നു പോകും. അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെ വിചാരിക്കും റിയാക്ട് ചെയ്യാം? യു ലുക്ക് ഗോർജിയസ്. സാന്ദ്ര, താങ്ക് യു സാന്ദ്ര. അവള് കാരണം നമുക്ക് ഡാൻസ് പഠിക്കാനും മേക്കപ്പ് ചെയ്യാനൊക്കെ പഠിച്ചത്. എല്ലാവരും നോക്കിയിട്ട് മറ്റേ പെണ്ണ് കാണുന്ന അവളുടെ ഡ്രസ്സ് കട്ടെടുത്തു. അവൾ എന്താ പറയാ, ഞാനല്ല കട്ടെടുത്ത് അങ്ങനെ പറയണം. നോ, അതൊക്കെ ഈസി ആയിരുന്നു. അങ്ങനത്തെ പെണ്ണ് അങ്ങനെ തന്നെ വേണം. ഇറ്റ് വാസ് ഈസി എന്ന് പറയും. അവൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇറ്റ് വാസ് ഈസി. ഡാൻസ് തുടങ്ങായി. പേരപ്പ് ചെയ്യുക. നമ്മൾ തങ്ക ആരുടെ പേരപ്പ് ചെയ്യുക നോക്കാം. നമ്മുടെ മാത്സ് വന്നു. മാത്സ് ആണല്ലോ നമ്മൾ ഇത്ര നാൾ ഹെൽപ്പ് ചെയ്ത്. അതിൻ്റെ ഇടയിൽ മറ്റേ ക്രഷ് വന്നിരിക്കുന്നത്. ഡാൻസ് കളിക്കുക. എത്ര നാൾ അവൻ മൈൻഡ് ചെയ്യാണ്ട് ഇവിടെ ഇത്ര ഭംഗിയായിപ്പോഴാണ് അവൻ വരുന്നത്. അപ്പോൾ ആരെ ചൂസ് ചെയ്യണം? ക്രഷിനാണോ മാത്സിനാണോ? അതൊക്കെ ഒരു ചോദ്യമാണോ? മാത്സ് പണ്ടേ തൊട്ട് ആദ്യം തൊട്ട് അവൾ കൂടിയുള്ളതാണ്. അപ്പോൾ മാത്സിനെ ചൂസ് ചെയ്യുള്ളൂ. ക്രഷിനോട് പോകാൻ പറ. ക്രഷ് വന്നിരിക്കണം. തങ്കം നിനക്ക് നല്ല ചിക്കൻ ഞാൻ സെലക്ട് ചെയ്ത് തരാം. ആ ചിക്കൻ്റെ കൂടെ പോയാൽ മതി. ഓക്കെ, ചൂസ് മാത്സ്. അതെന്നെ മാത്സിനെ സെലക്ട് ചെയ്തു. ക്രഷിന് ദേഷ്യം വന്നിട്ടാ ഒരു ക്രഷ് വന്നിരിക്കും. മാത്സ്. ഞാൻ തങ്കത്തിന് മാത്സിനെ കൊണ്ട് കിട്ടിക്കും. ഡാൻസ് കളിക്കുന്നു. ആര്യോടി ഡാൻസ് മറ്റോട് പഠിപ്പിച്ച ഡാൻസ് കളിക്കാണ്. അവനും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വട്ടം കിറക്കൽ. അതാണ് മെയിൻ സാധനം. വട്ടം കിറക്ക. ഓക്കെ, ഞാൻ കളിക്കൂ. പെർഫെക്റ്റ്. ബാക്കി കറക്റ്റ് അടിക്കൊന്നും കാണിക്കുന്നില്ല അല്ലേ? ഇതെന്തായാലും നമ്മുടെ തങ്കം തന്നെ ജയിക്കും. സ്റ്റോപ്പ് ഡാൻസും കിസ്സിങ്ങൊക്കെ. കിസ് ചെയ്യാൻ അതൊരു ഫാമിലി വീഡിയോ ആയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടില്ല. സ്റ്റോപ്പ് ഡാൻസിന് അത്ര മതി. നമ്മുടെ തങ്കം ജയിച്ചിരിക്കുന്നു. പ്രോം ക്യൂവിനായിരിക്കുന്നു. ഡിക്ലെയർ ആസ് ക്വീൻ ആൻഡ് കിങ്. നമ്മുടെ തങ്കം ജയിച്ചു. മാത്സിന് എന്താ ഡാൻസ്? നമ്മുടെ തങ്കം ജയിച്ചു. നമ്മുടെ തങ്കം അങ്ങനെ ഒരു ക്വീനായി. അവൾക്ക് കിരീടം വെച്ച് കൊടുത്തു. അതാ മറ്റു ഇനി എന്തിട്ട് അവൾക്ക് പറയാനുള്ളത്? എന്തിട്ട് ചീറ്റ് ചെയ്തു? ഫ്രണ്ട്സിനെ അഗേൻസ്റ്റ് ആക്കി. ഞാൻ എന്ത് അഗേൻസ്റ്റ് ആക്കി? ഇവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവളൊന്നും പറഞ്ഞിട്ടും കൂട്ടിയില്ല. അവൾ തന്നെ ഫ്രണ്ട്സ് ഉണ്ടാക്കി. അവൾ മേക്കപ്പ് പഠിച്ചു, ഡാൻസ് പഠിച്ചു, വെയിറ്റ് കുറച്ചു. ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു ക്വീനായിട്ട് ഇവിടെ ചീറ്റ് ചെയ്യുന്നു. ഇവളെന്ത് ചീറ്റ് ചെയ്തു? ശരിയാ, ഡിനൈ ചെയ്യാൻ അവളെന്ത് ചെയ്തു? നമ്മുടെ പ്രിൻസിപ്പൾ കഥ കേട്ടു. ഇവളെ ബുള്ളി ചെയ്ത കഥ കേട്ടു. അവളെ എക്സ്പെൽ ചെയ്യുന്നു. ബുള്ളി ചെയ്താൽ അവളെ എക്സ്പെൽ ചെയ്യുന്നു. തങ്കം ഫൊർഗീവ് ചെയ്തോ? എക്സ്പെൽ ചെയ്യില്ല. തങ്കം ഫൊർഗീവ് ചെയ്യണ കാര്യം. ഇവളൊരു മാതിരി സാധനമാണെങ്കിലും നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള മാതിരി ഒന്നും ആക്കിയിട്ടില്ല. നമ്മൾ തങ്കത്തിന് നല്ല തങ്കപ്പെട്ട മനസ്സല്ലേ. അവളെ ഫൊർഗീവ് ചെയ്യാൻ പറയാം. താങ്ക് യു തങ്കം. അവൾക്കൊക്കെ ഇഷ്ടമായി തങ്കത്തിന്. അങ്ങനെ ഒരു അനിമയും കൂടി ഫ്രണ്ട് ലിസ്റ്റിലോട്ട് വന്നു.
റേസിനെ വെറുതെ വിട്ടു. ഇനി റേസിൽ പ്രശ്നം ഉണ്ടാക്കാമെന്ന് വെക്കാമോ? തങ്കത്തിൻ്റെ സ്പീച്ച് ഇട്ടാ തങ്കത്തിൻ്റെ സ്പീച്ച് പറയാൻ പറഞ്ഞു. ലൈഫ് എങ്ങനെ മാനേജ് ചെയ്തു, ഇങ്ങനെ ക്വീനായിരുന്നു. തങ്കൻ്റെ പേര് പറയാമോ? ഞാൻ അത്രയധികം ഹെൽപ്പ് ചെയ്തിട്ട് എൻ്റെ പേര് പറയാമോ? നോക്കാം. ഐ ബിലീവ് ഇൻ മൈ സെൽഫ്. അല്ലെങ്കിൽ മൈ ഫ്രണ്ട്സ് സപ്പോർട്ടഡ് മീ. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തതല്ലേ. മൈ ഫ്രണ്ട്സ് സപ്പോർട്ടഡ് മീ. അങ്ങനെയല്ലേ പറയണ്ടേ? ഞാൻ അത്രയധികം സപ്പോർട്ട് ചെയ്തു. പറയൂ തങ്കം, ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയൂ. എന്തൊരു പേഴ്സണൽ ഫീലിംഗ് ആയിരുന്നു എൻ്റെ കുട്ടി അവിടെ പ്രോക്യൂനെ. കുഴപ്പമില്ല തങ്കം, താങ്ക് യു. ഇരുന്നോട്ടെ, നീ എൻ്റെ തങ്കല്ലേ. എല്ലാവരും കൈകൊട്ടു, എല്ലാവരും കൈകൊട്ടു. നമ്മുടെ തങ്കം ക്വീൻ ആയിരിക്കണു. അങ്ങനെ ആ ഗെയിം കഴിഞ്ഞു. നമ്മുടെ ഗോൾ എന്തായിരുന്നു? തങ്കത്തിനെ പ്രോം ക്വീൻ ആക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രോം ക്വീൻ ആക്കി. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂമെൻ്റ് ഏതാണെന്ന് കമൻ്റ് ഇടണേ.